കണ്ടു മക്കളെ, തങ്കലാൻ കണ്ടു. പടത്തിന്റെ മൊത്തത്തിൽ വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്. ഗോൾഡ് എങ്ങനെയാ വന്ന്, ഈ KGF എങ്ങനെയാ വന്ന്, ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ എന്താണ്, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്തതൊക്കെ ആരൊക്കെയാണെന്നുള്ളൊരു രീതിയും കാര്യങ്ങളിലൊക്കെയാണ് ഈ പടം എടുത്തു വച്ചിരിക്കുന്നത്. ആക്ച്വലി വിക്രം എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ആക്ടിങ്ങും ആ ഒരു ഡീഡിക്കേഷൻ ലെവലും അന്യായം പറഞ്ഞാൽ അന്യായം അടിപൊളിയാണ് കേട്ടോ. പക്ഷെ പടത്തിലൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇവർ ഒരു ചെറിയ മൂഞ്ചൽ കാണിക്കും. ആദ്യം തന്നെ കുറേ ആൾക്കാർ ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ആ പുള്ളിക്കാരന്മാരുടെ പേരൊക്കെ ഇങ്ങനെ ടക എഴുതിയൊക്കെ കാണിക്കും. ഇവർക്ക് ഓഡിയൻസിൻ്റെ ആ മൂഡ് സെറ്റ് ചെയ്യാനൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ ഈ പടത്തിൽ. അതായത് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ആർക്കാണ് വേണ്ടത്. അവർക്ക് വേണ്ടത് വിഷ്വലും കഥയും പിന്നെ ആ ഒരു മ്യൂസിക്കൊക്കെ അല്ലേ. സ്റ്റാർട്ടിങ്ങിന് ഇങ്ങനെ കിട്ടപ്പോഴേക്കൊക്കെ ആ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കത്തലൊക്കെ ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് എല്ലാവരും സൈലൻ്റായി. കുറേ നേരം ഇതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. എവിടേക്ക് ഓടുന്നത് മനസ്സിലാവില്ല. കണ്ടമ്പഴി ഓട്ടമാണ് ഇങ്ങനെ സ്ക്രീനിൽ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രീ വെച്ച് സിനിമ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സിനിമയിൽ നോർമലായിട്ട് എല്ലാവർക്കും ഈ പടം എത്തുമെന്ന് ചോദിച്ചാൽ അത് എത്തില്ല, അത് ഉറപ്പാണ്. എനിക്ക് തന്നെ ഈ പടം കണ്ടിട്ട്, എനിക്കല്ല പൊതുവേ എനിക്കൊന്ന് കണ്ടിട്ട് മനസ്സിലാവുള്ളൂ എന്താ സംഭവത്തെ കുറച്ച് ഇല്യൂഷനൊക്കെ വരും. ഇതെന്ത് ഇല്യൂഷനാണോ അത്, അല്ല എനിക്ക് വല്ല ഇതെന്താ സംഭവം താണ്ടാ അത് പറഞ്ഞ മാതിരി ആയിരുന്നു കേട്ടോ. പിന്നെ ഡയറക്ടറിന് ചെറിയ തെറ്റൊക്കെ പറ്റാം. പക്ഷേ ഈ പടത്തിൽ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ കാര്യമൊക്കെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. എന്നാൽ ഓഡിയൻസിന് അത് മാറ്റർ ചെയ്യുമെന്ന് ചോദിച്ചാൽ അറിയില്ല. അവർക്ക് വേണ്ടത് വിഷ്വൽ, ആ ഒരു മൂവിൻ്റെ സ്ക്രീൻ പ്രസൻസ്, ഇതൊക്കെയാണ് മാക്സിമം ആഗ്രഹിക്കുക. പക്ഷേ ഈ പടം നന്നായിട്ടുണ്ടായിരുന്നു ഒക്കെ. സിനിമോട്ടോഗ്രാഫിയൊക്കെ അടിപൊളിയായിരുന്നു, കലക്കി പറയുന്ന പോലെയായിരുന്നു. പക്ഷേ ഈ പടത്തിൽ വിക്രം ചേട്ടൻ്റെ കുറച്ച് ഒരു സീൻസൊക്കെ ഉണ്ട്. ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ പുള്ളി ആരെയും ഇൻഡെപ്തായിട്ട് ഉള്ളിൽ കയറിയിട്ട് അഭിനയിക്കും. അതൊക്കെ കാണുമ്പോഴാണ് പറഞ്ഞാൽ തോന്നുക. പുള്ളിക്കാരന് പണ്ട് പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുള്ളിക്കാരൻ ഇരുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഇല്യൂഷൻ പ്രസൻറ്റിൽ ഇരിക്കുന്ന ഒരു 80s ഈ പുള്ളിക്കാരന് വരും. ആ പുള്ളിക്കാരൻ അതെന്തോ കഥയാണെന്ന് വിചാരിക്കും. കഥയായിരിക്കില്ല, അത് റിയലായിരിക്കും. അത് എടുത്ത് വെച്ച് കാണിച്ചൊരു പടമാണിത്. ഗോൾഡിനെ കണ്ടുപിടിക്കലാണ് ഈ പടത്തിൻ്റെ മോട്ടീവ്. ബ്രിട്ടീഷുകാരും രാജാക്കന്മാരൊക്കെ ശ്രമിക്കും. അപ്പോൾ വിക്രം ലീഡ് ചെയ്തിട്ട് ആൾക്കാരിനെയൊക്കെ കൂട്ടിയിട്ട് പുള്ളി ഗോൾഡ് എടുക്കാൻ പോവും. ഗോൾഡ് കിട്ടില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വിക്രമിൻ്റെ ഇല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഗോൾഡ് പ്രൊട്ടക്റ്റ് ചെയ്തത് വിക്രമിൻ്റെ പാസ്റ്റ് വേർഷൻ തന്നെ ആയിരിക്കും. സോ പുള്ളിയായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുക. അതൊരു ആരത്തി പറഞ്ഞൊരു പെണ്ണ് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മുടെ മാലവിക മോഹൻ. ആ പുള്ളി വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ കേൾക്കില്ല. പിന്നെ ലാസ്റ്റ് മനസ്സിലാവുക ഈ പുള്ളി പ്രസൻറ്റിൽ ഇരിക്കണമെങ്കിൽ പാസ്റ്റിലിരുന്ന ആരത്തി പറഞ്ഞ ക്യാരക്ടറും പ്രസൻറ്റിൽ ഉണ്ടാവണം പറഞ്ഞ് നോക്കുമ്പോഴാണ് ആക്ച്വലി ഉണ്ടാവുക. പാസ്റ്റിൽ ആ പുള്ളി ഈ ആരത്തി പറഞ്ഞ ക്യാരക്ടറിനെ വെട്ടുമ്പോൾ അവരുടെ ബ്ലഡ് മണ്ണിൽ പെടുമ്പോഴാണ് ആക്ച്വലി ഗോൾഡ് കിട്ടുക. അപ്പോൾ ഈ പുള്ളിക്ക് ഇതറിയാലോ. അപ്പോൾ പ്രസൻറ്റിലും ഇങ്ങനെ ഒരു സംഭവം നടക്കും. ആ പുള്ളിക്കാരുടെ ബ്ലഡ് മൊത്തം താഴെ ഒഴുകി പോകുമ്പോഴായിരിക്കും റിയൽ ഗോൾഡ് കിട്ടുക. അതുവരെ അവർക്ക് ഗോൾഡ് കിട്ടില്ല, കല്ലും മണ്ണും കട്ടയൊക്കെ കിട്ടുക. ആകെ വെച്ചിട്ട് ഇവർ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ ഇത്ര തെരഞ്ഞ് ഗോൾഡ് കിട്ടിയില്ല, അതാണ് ഇതാണ്. പിന്നെ കുറേ ബ്രിട്ടീഷുകാരന്മാരൊക്കെ ട്രൈ ചെയ്യും. ഈ ബ്രിട്ടീഷുകാരന്മാരുടെ കൂടെ ആയിരിക്കും വിക്രം ഉണ്ടാവുക. ഈ പണിയെടുക്കുന്നൊരു ടൈപ്പിലാണ് ഈ വിക്രമിൻ്റെ റോൾ ഈ ഒരു ഫിലിമിൽ. അതായത് ഈ ഗോൾഡ് എടുക്കുക, പിന്നെ ആൾക്കാരിനെ ചേർത്തുക, ഇനി മാൻ പവർ കൊടുക്കുക, പിന്നെ പുള്ളിയും ചേർന്ന് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക പടത്തിൽ. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ 2 ഓപ്ഷനുണ്ട്. ഡിമാൻഡി കോളനി, നമ്മളുടെ ദങ്കലാൻ. 2 ഓപ്ഷനിൽ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് കുറച്ച് ഡൗട്ടാണ്. പക്ഷെ കുറേ റിവ്യൂ അധികം ഞാൻ കേട്ടത് ഡിമാൻഡി കോളനി ഇറ്റ്സ് എക്സ്ട്രീംലി ഗുഡ് എന്നാണ് കേട്ടത്. അതേപോലെ ഓപ്പോസിറ്റിൽ പറയുന്നത് പാടം പോരാട്ടാ, പാടം പോരാ. പിന്നെ ഒരു പുള്ളി പറയുന്നത് ദങ്കലാന് പോകണോ അല്ല ഡിമാൻഡി കോളനിക്ക് പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും കണക്ക് തന്നെയാണ് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഓൺ ഡിസിഷൻസ് ആണ് കേട്ടോ. പിന്നെ എൻ്റെ അഭിപ്രായം ഈ പടത്തിൽ എല്ലാം അടിപൊളി. പക്ഷെ സാധാരണക്കാരന് പോലും കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവേണ്ട രീതിക്ക് എടുക്കേണ്ട ആ ഒരു സ്പെസിഫിക് സ്പോട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുണച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും മനസ്സിലായില്ല ആക്ച്വലി. അല്ലാത്ത പക്ഷം സിനിമോട്ടോഗ്രാഫി, എഫേർട്ട്, ഹാർഡ് വർക്ക്, പിന്നെ ടീം വർക്ക് ഒക്കെ കലക്കി ഗംഭീരം.